മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കാനാവാത്ത നായികമാരിൽ ഒരാളാണ് സംയുക്ത വർമ്മ. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയിലൂടെ മഞ്ജു വാര്യർക്ക് പകരക്കാരി എത്തിയ നടി. ചില മനോഹരമായ കഥാപാത്രങ്ങളുടെ പ്രശസ്തിയായി. എന്നാൽ നടൻ ബിജു മേനോനെ വിവാഹം ചെയ്ത ശേഷം ഇനി സിനിമ വേണ്ട എന്ന തീരുമാനം എടുത്തത് സംയുക്തയാണ്. ഇപ്പോൾ മുഴുവൻ സമയം യോഗയിലേക്കും മകൾ ധർമ്മന്റെ കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സംയുക്ത. അപൂർവമായി മാത്രം ക്യാമറയ്ക്ക് മുമ്പിലേക്ക് ഇപ്പോൾ എത്താറുള്ള താരം കുറച്ചു കാലം മുമ്പ് ഒരു അഭിമുഖത്തിൽ തന്റെ ഏറ്റവും വലിയ പ്രശ്നം മുൻകോപമായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. തന്റെ ദേഷ്യം മാറ്റിയെടുക്കാൻ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അന്ന് സംയുക്ത തുറന്നു പറഞ്ഞു. മുൻപൊരിക്കൽ ബിഹൈൻഡ് ദ ഗോൾഡിൽ നൽകിയ അഭിമുഖത്തിൽ സംയുക്ത വർമ്മ തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. 6 വർഷത്തോളമായി തനിക്ക് ദേഷ്യം വരാറില്ലെന്നും ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷമാണ് തനിക്ക് മുൻകോപം മാറ്റിയെടുത്തതെന്ന് എന്നും പ്രശസ്തമായ താരം അന്ന് വെളിപ്പെടുത്തി. തനിക്ക് ദേഷ്യം വരുമ്പോൾ അതൊരു വൃത്തികെട്ട ദേഷ്യമായിരുന്നു എന്ന് സംയുക്ത പറഞ്ഞു. ഒരിക്കൽ വിദേശത്ത് ബിജുവേട്ടനും മോനുമായി യാത്ര ചെയ്യുമ്പോഴാണ് അവസാനമായി ദേഷ്യം വന്നത്. അന്ന് ദേഷ്യം വളരെ കുഞ്ഞാണ്. എനിക്കൊട്ടും പരിചയമില്ലാത്ത സ്ഥലമായിരുന്നു. ബിജുവേട്ടൻ പുറത്തുനിന്ന് ഉച്ചഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് രാവിലെ പുറത്തേക്ക് പോയി. ഉടനെ വരാമെന്ന് പറഞ്ഞാണ് പോയത്. ഉച്ചയായപ്പോൾ ഞാൻ പുറത്തു പോകാൻ വേണ്ടി റെഡിയായിരുന്നു. പക്ഷെ ഉച്ചയും വൈകിട്ടും ആളെയും കണ്ടില്ല. ഞാൻ മോനെ അവിടെ ഒരു റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. തിരികെ വന്നു. വൈകിട്ടും ബിജുവേട്ടനെ വന്നില്ല. സംയുക്തപ്പം ഓർത്തെടുത്തു. അവസാനം രാത്രി ഏറെ വൈകിയും ആളെ കാണുന്നില്ല. ഞാൻ മോന് ഭക്ഷണം കൊടുത്ത് ഉറക്കി. അറിയാത്തൊരു സ്ഥലത്ത് കൊണ്ട് ആകെ ടെൻഷനായി. ഏകദേശം പുലർച്ചെ 3 മണി. ഒരു കോഫി കുടിക്കാനായി എന്ന് കരുതി താഴേക്ക് പോയപ്പോൾ വളരെ ചിരിച്ച് സന്തോഷത്തോടെ ബിജുവേട്ടൻ കയറി വരുന്നു. എന്നിട്ട് "എന്താ ഈ നേരത്ത് ഇവിടെ ഇരിക്കുന്നത്?" എന്നൊരു ചോദ്യം. അവിടെ നിന്ന് റൂമിൽ എത്തിയതിനു ശേഷം ഞാൻ എന്തൊക്കെയോ ചെയ്തെന്ന് എനിക്കൊരു ഓർമ്മയില്ല. എന്തൊക്കെയോ എടുത്തെറിഞ്ഞു. അപ്പോൾ മോൻ ഉണർന്നു. എന്നിട്ട് ബിജുവേട്ടൻ "അച്ഛാ, അമ്മ നമ്മളെ കൊല്ലുമോ?" എന്നൊരു ചോദ്യം. സംയുക്ത ഒരു ചിരിയോടെ പറഞ്ഞു. ആകെ ഞാൻ ആകെ ദേഷ്യത്തിൽ നിൽക്കുന്നത് കണ്ട് മോൻ പേടിച്ചു. "അതന്നെ "അതിടടാ, കൊല്ലുമെന്ന് തോന്നുന്നില്ല" എന്നായിരുന്നു ബിജുവേട്ടന്റെ മറുപടി. അത് ശരിക്കും എന്നെ ചിരിപ്പിച്ചു. കരയണോ ചിരിക്കണോ എന്നറിയാൻ വയ്യായിരുന്നു. പിന്നെ ഞാൻ ബാത്റൂമിൽ പോയി ഒരുപാട് കരഞ്ഞു. പക്ഷെ ഇനി ഇങ്ങനെ ദേഷ്യം വരാൻ പാടില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു. നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കണം. സംയുക്ത പറഞ്ഞു. കർക്കശമായ യോഗാഭ്യാസത്തിലൂടെ തന്റെ സ്വഭാവങ്ങൾ മാറ്റി വന്നതിൽ വലിയ പങ്കുണ്ടെന്ന് നടി വെളിപ്പെടുത്തി.